അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളൊരു ഡയലോഗ് എന്നത് ആരും എന്നോട് പറഞ്ഞിനി, പിന്നെ ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട് വീട്. പിന്നെ കുറച്ച് തോട്ടങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ഉപ്പാൻ്റെ സമ്പാദ്യമാണിത്. നമ്മളെ ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്, ഈ വീട്ടിൽ നിന്ന്. ഇവിടെ ഇപ്പം ഇങ്ങനെ ആക്കിയത് കുറച്ച് സ്റ്റൈലാക്കിയതാണ്. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പുല്ല് ഇതിപ്പോൾ ഓടല്ലേ, പുല്ലെല്ലാം ഇട്ട് പഴയ വീടായിരുന്നു. ഇതിനിപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ് താമസം. അപ്പോൾ ജ്യേഷ്ഠൻ ഇതിനൊന്ന് ഈ രീതിയിലാക്കി എടുത്തതാണ്. പഴയ വീടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുന്നോട്ടുള്ള. അപ്പോൾ ഈ വെള്ളം നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ ചെറുപ്പത്തിനെ കുടിച്ച് വളർന്നത് ഈ വെള്ളമാണ്. ബോർവെല്, അന്നത്തെ കാലത്ത് ബോർവെലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ വീട് ഇവിടെ തൊട്ടടുത്താണ്. കടവിൽ കരീം പടിയാനി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കടവ് ഇതിനാണ് കടവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിനെ കളിച്ച് വളർന്ന സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലൊരു തോണിയുണ്ട്. തോണി എന്ന് പറഞ്ഞാൽ ഈ അപ്പുറം ആ സൈഡിൽ ചേറമ്പാണെന്ന് പറയും, ഈ സൈഡിൽ എരുമാടിന്ന് ചേറമ്പാണക്ക് പോകണമെങ്കിൽ തോണി കടന്നിട്ട് പോകണം. പാലമൊന്നുമില്ല, അന്നുമില്ല ഇന്നുമില്ല. ഇന്നും തോണിയുണ്ട്, പക്ഷെ തോണി കയറ്റി വെച്ചിട്ടുള്ളേ. അത് വേറെ ആരോ നമ്മളെ എടുത്ത അക്കരയിലത്തെ ആരോ നടത്തുന്നതാണ് ഇപ്പോൾ. ആ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത് ഞാൻ തോണിയാണ്. തോണി കൂട്ടൽ, തോണി തുഴഞ്ഞിട്ട് ആൾക്കാരെ അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്കും ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്കും കടത്തിക്കൊണ്ട് ഉണ്ടായി ഞാൻ ചെറിയ സമയത്ത്. ചെറുപ്പത്തിന് ഉപ്പ മരിച്ചു. കഴിഞ്ഞ് ഒരു 5 വയസ്സിൽ ഉപ്പ മരിച്ച്. ആ സമയത്ത് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തോണി കടത്തിയിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാലങ്ങൾ പോയി. അതിൽ കുറച്ച് സ്കൂളും വിദ്യാഭ്യാസത്തിൽ കുറച്ച് ബാക്കോട്ടായി. ഗതികേട് കൊണ്ട് വലിയ വിദ്യാഭ്യാസത്തിന് പഠിക്കാനൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഗൾഫിൽ പോയി. ഗൾഫിൽ കുറച്ച് സമ്പാദിച്ച് കുറച്ച് സമ്പാദ്യമെല്ലാമായി. അവിടെ ഒരു ഹോട്ടലെല്ലാം തുടങ്ങി. ഷവാമക്കിൽ മജസ്റ്റിക് കഫ്റ്റേരിയ എന്നിട്ട് നല്ലൊരു കഫ്റ്റേരിയ എല്ലാം തുടങ്ങിയിട്ടുണ്ടായി. ഞാൻ നല്ല സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ബിസിനസ് എല്ലാം പൊട്ടി നാട്ടിൽ വന്നിട്ട് പിന്നെ നാട്ടിൽ ബിസിനസ് തുടങ്ങി. എർത്ത് മോർസ്, ഹോം സ്റ്റേ, അങ്ങനെയെല്ലാം. എൻ്റെ വീടിനെ കുറച്ച് ഹോം സ്റ്റേ ആക്കിയിട്ടുണ്ടായി ഞാൻ. പിന്നെ എർത്ത് മോർസ്, JCB, ടാച്ചി, അങ്ങനെയെല്ലാം പുതിയ വണ്ടിയെല്ലാം എടുത്ത് അങ്ങനെ കുറച്ച് ലോസായിട്ട് എൻ്റെ തോട്ടം 10 ഏക്കർ തോട്ടമെല്ലാം ഉണ്ടായി, കോഫി തോട്ടമെല്ലാം, എസ്റ്റേറ്റ്. അതെല്ലാം വിറ്റ് ലാസ്റ്റ് ഒരു വീട് ഉണ്ടായതാണ് ഞാൻ ഈ നെറുക്കെടുപ്പ് രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ വീടിനെ സെയിലാക്കിയിട്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സിലാക്കിയിട്ട് ചെറിയൊരു വീടെല്ലാം വെച്ചിട്ട് ചെറിയൊരു മട്ടത്തിൽ ജീവിക്കാമെന്ന് ഞാൻ ട്രൈ ആക്കുമ്പോൾ ആ വീടിന് വില കിട്ടുന്നില്ല. എൻ്റെ നാട്ടിൽ അത്രയും വലിയ വീടായതുകൊണ്ട് ആൾക്കാർ ഡെഡ് മണിയല്ല വീടിന്, പിന്നെ വലിയ ഇൻവെസ്റ്റ് ഒന്നും ആക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വീടിന് വിലയില്ലാത്തതുകൊണ്ടല്ല, സ്ഥലത്തിനും വീടിനും വിലയില്ലാത്തതുകൊണ്ടല്ല, അത്രയും വലിയൊരു 1.5 കോടി ഉറുപ്പ്യെല്ലാം കൊടുത്തിട്ട് ഒരു വീടും സ്ഥലം എടുക്കുന്നതിനേക്കാളും ഒരു 1.5 കോടി ഉറുപ്പ്യ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാസത്തിന് നല്ല ഇൻകം വരും. അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ എൻ്റെ വീട് സെയിലാവാതെയായി. പിന്നെ ഞാൻ ഇങ്ങനെ ജീവിച്ചു. പക്ഷെ എൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. എൻ്റെ നാട്ടിൽ ഞാൻ നല്ല വണ്ടിയും കാര്യങ്ങളും നല്ല സെറ്റപ്പിൽ തന്നെ ജീവിച്ച് കാണിച്ച ആൾക്കാർക്ക്. പക്ഷെ എൻ്റെ വീടിൻ്റെ അകത്തുള്ള പ്രശ്നം എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ ഞാൻ അറിയിച്ചിട്ടുള്ളൂ, വേറെ ആർക്കും അറിയിച്ചിട്ടില്ല പുറത്ത്. അത്രയും പ്രയാസത്തിൽ ഞാൻ ജീവിച്ചിന്. അവസാനമാണ് ഞാൻ ഈ ഒരു നെറുക്കെടുപ്പ് രീതിയാക്കിയതും ഈ ഐഡിയ ആക്കിയിട്ട് ഞാൻ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയതും. അത് നിങ്ങളെല്ലാം, പ്രത്യേകിച്ച് കേരളക്കാർ, പിന്നെ കർണാടകക്കാർ, എല്ലാ നാട്ടുകാരും ഹെൽപ്പിൽ ഞാൻ എന്തായി എൻ്റെ ആ ഒരു പദ്ധതി സക്സസ് ആയി. വേണമെന്നതുപോലെ ഞാൻ നിങ്ങളോട് എന്ത് വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ പാലിച്ച്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, എനിക്ക് ഒരു 10-200ഓളം ആൾക്കാർ എൻ്റെ വീട് ഇങ്ങനെ, ഞാനും ലോണിൽ മുങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പോയിട്ട് ഡോറിൽ മറ്റേ ജപ്തി ഭീഷണിൻ്റെ നോട്ടീസ് ഒട്ടിച്ചതിൻ്റെ ഫോട്ടോസ് വരെ എനിക്ക് അയച്ച്. ഞാൻ ഒരു 2-3-4 വീട് പോയി നോക്കുകയും ചെയ്ത് കേരളത്തിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ സമീപിക്കാൻ തുടങ്ങി, ഇതുപോലെ ചെയ്തു തരണം, ഞങ്ങളെ വീടും കൂടി സെയിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഉപകാരമാവും, എനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാവും. അതന്നെ. അപ്പോൾ ആരും, പിന്നെ എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, ഞമ്മക്കൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, ബാക്കിയുള്ളവർക്ക് മാത്രം ഉപകാരം ചെയ്തു കൊടുക്കുന്നതാണ്, ഞമ്മളൊന്നും എടുക്കുന്നില്ല. അതെല്ലാം വെറുതെ പറയല്.
അവരവരെ ആവശ്യത്തിനുള്ള അവരവരെടുക്കും. അത് ഞാനും എടുക്കും, ഞാനും ഉണ്ടാക്കും. പിന്നെ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച എനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായി ആയി. പിന്നെ ബാക്കിയുള്ളവരെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാന്ന് ഒരു പ്ലാനിങ് ആക്കിയിട്ട് ഒരു യൂട്യൂബ് ചാനലും ഇതെല്ലാം തുടങ്ങിയിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനൊരു ഓഫറും കാര്യങ്ങളെല്ലാം വെച്ചത്. അല്ലാതെ വേറൊന്നും പിന്നെ എനിക്ക് വേറൊന്നും ഉദ്ദേശം ഉള്ളതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇതേ രീതിയിൽ എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തും ഒരുപാട് സ്കീം, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ചെറുപ്പത്തിൽ നിന്ന് ഞാൻ ഈ തോണി കൂട്ടി കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് വലുതാകുമ്പോൾ ഞാനൊരു STD ബൂത്ത് വെച്ചിട്ടുണ്ടായി എൻ്റെ നാട്ടിൽ. അപ്പൊ ഞാനൊരു STD ബൂത്ത് വെച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കാനേ, എൻ്റെ ഉമ്മ ഞങ്ങൾ ഒരു എത്തിമക്കളായിരുന്നു ചെറുപ്പത്തിനെ. അപ്പൊ അത് നോക്കിയിട്ട് ഇവർ എത്തിമക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ആ കുട്ടി ആ ഒരു STD ബൂത്ത് നടത്തിയിട്ട് ജീവിച്ചോട്ട് എന്നിട്ട് ആൾക്കാർ വിട്ടിട്ടില്ല. അന്ന് ആ നാട്ടില് ഒന്നും അല്ലാത്ത നാട്ടില് ഇന്ന് ഒരുപാട് ഭയങ്കര ഫേമസ് ആണ്. അന്ന് അത്ര ഫേമസ് ആയിട്ടില്ല. ചുരുങ്ങിയ ആൾക്കാർ പഴയ കാലത്തെ കഥ ഞാൻ പറയുന്നത്, ഒരു 30 കൊല്ലം മുമ്പത്തെ കഥ, 35 കൊല്ലത്തെ മുമ്പത്തെ കഥ. അപ്പൊ ഞാനൊരു STD ബൂത്ത് ലോണെല്ലാം ആക്കിയിട്ട് വെച്ച് അതിനെ പൊട്ടിക്കാനൊന്നല്ല, പക്ഷെ അതിൽ ഞാനൊരു സക്സസ് കാണുമ്പോൾ ആൾക്കാർ വന്ന് ഫോൺ ആക്കുന്നതും കുറച്ച് എനിക്ക് കാശുണ്ടെന്നെല്ലാം കാണുമ്പോൾ ആ നാട്ടില് ആ അള്ളി സ്ഥലം, അന്ന് ഇന്ന് ഒരുപാട് നല്ല സ്ഥലമാണ്, നല്ല ഉഷാറായ സ്ഥലമാണ്. അന്ന് 1-2 ഷോപ്പ് ഇതേ. പക്ഷെ അന്ന് ടെലിഫോൺ ഉണ്ടായിട്ടില്ല, മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ. അപ്പൊ ആ ഒരു STD ബൂത്തിൽ ഞാൻ ജീവിക്കുന്നത് കണ്ടിട്ട് ആ നാട്ടിൽ 6 STD ബൂത്തോ 6-7 STD ബൂത്ത് അന്ന് വന്നിട്ടുണ്ടായിന്. ആടുന്നാണ് ഞാൻ എന്താക്കുന്നത് ഗൾഫിലേക്ക് പിന്നെയും അതിലും കാടായിട്ട് മുങ്ങിയിട്ട് നാട് വിടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ നാട് വിട്ടിട്ട് പോയി. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ നല്ലോണം സമ്പാദിച്ചിന് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട്. ഞാൻ ആരെയും അനുകരിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ അനുകരിക്കുന്ന ആളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ആർക്കും കരീമാവാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അവരവർക്ക് അവരവരുടേതായ രീതിയിലേ ജീവിക്കാൻ പറ്റൂ. ഒരാളെ അനുകരിച്ചിട്ട് കോപ്പി അടിച്ചിട്ടൊന്നും അയാൾക്കുണ്ടായ സക്സസ് മറ്റാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് എന്നോടും കൂടി ഞാൻ പറയുന്നതാണ്. ഞാനും ആരെയും അനുകരിച്ചിട്ടില്ല, ഞാൻ അനുകരിക്കാറുമില്ല. എൻ്റെ തല ഉപയോഗിച്ചിട്ട് ഞാൻ നീങ്ങലാണ്. ആ ഒരു തല ഉപയോഗിച്ചിട്ട് വേറൊരാൾ ആ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിട്ട് സക്സസ് കണ്ടാന്ന് വിചാരിച്ചാൽ അത് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ നല്ല രീതിയിൽ നടത്തുക. അതിലെനിക്ക് അസൂയ കൊണ്ട് പറയുന്നതൊന്നുമല്ല. അനുകരിക്കാതിരിക്കുക. ഒരാളെ കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അയാളെ സപ്പോർട്ട് ചെയ്യുക. അയാളെക്കാളും വലിയ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകാൻ നോക്കുക. എന്നിട്ട് വേറെ റൂട്ടിൽ എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഇത് ആരെങ്കിലും ഒരാൾ തുടങ്ങിയിട്ട് അയാൾ സക്സസ് ആകുമ്പോൾ ആ ഒരു പദ്ധതിനെ മുടക്കാൻ വേണ്ടി അവർ വേറൊരാൾ തുടങ്ങുന്ന പദ്ധതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആരും ആർക്ക് പാരാവാതിരുന്നാൽ മതി. ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ വീടിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി നോക്കിയാലും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വലിയ അടുത്ത പദ്ധതിൻ്റെ വലിയ വീട് ഞാൻ തിരഞ്ഞെടുത്തത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ പറ്റുന്നില്ല അവർക്ക് സെയിലാക്കാൻ. വലിയ വീട്ടുകാർക്ക് എന്താ പറഞ്ഞാൽ ഇത് ഡെഡ് മണി എന്ന് പറഞ്ഞിട്ട് ആരും പഴയ വീട് എടുക്കുന്നില്ല. കാരണം പുതിയ രീതിയിൽ കെട്ടാലോ, കോടികൾ ഉണ്ടെങ്കിൽ എങ്ങനത്തെ വീട് കെട്ടിക്കൂടാതെ അവരവരെ ഇഷ്ടത്തിന് ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് വീട് കെട്ടാൻ പറ്റും. ഇത് വേറൊരുത്തിന് സ്കെച്ച് ഉണ്ടാക്കിയ ആ ഒരു സെറ്റപ്പിന്റെ വീട് വേറൊരാൾ എടുക്കാൻ മടിക്കുന്നു. ഈ വലിയ വീടാകുമ്പോൾ, ചെറിയ വീടാകുമ്പോൾ കുഴപ്പമില്ല, എല്ലാവരും എടുക്കും. ആ നാട്ടിലൊരു മാന്യമായ വിലക്ക് കൊടുക്കുന്ന എടുക്കും. അപ്പൊ അധികവും ചെറിയ ചെറിയ വീടുകാർ നമ്മളെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ വിൽക്കാൻ ശ്രമിക്കുക. കാരണം നടക്കൂ. പിന്നെ ഞങ്ങൾ ഒന്ന് എന്താക്കുക, ഹെൽപ്പാക്കുക. നമ്മളെ ചാനലിലും ഇതെല്ലാം ഞങ്ങൾ പരസ്യപ്പെടുത്തി തരാം. അതിനുള്ള സെയിലാക്കാനുള്ള ഉപകാരമെല്ലാം നമ്മൾ ചെയ്യുക. പിന്നെ നെറുക്കെടുപ്പ് ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതും ഒരു നെറുക്കെടുപ്പ് രീതിയാക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, പ്രോപ്പർട്ടി ഓണർ സെയിൽ. ഈ നെറുക്കെടുപ്പിന്റെ വീടും കാര്യങ്ങളും പിന്നെ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു ഗ്രൂപ്പ് തുടങ്ങുന്നു. ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിലൊരു നെറുക്കെടുപ്പ് നടത്തിയിട്ട് എല്ലാം നെറുക്കെടുപ്പാക്കാം. ആരുതാണോ ഫസ്റ്റ് വരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് അങ്ങനെ പറ്റൂ. ആരും വിഷമിക്കാൻ പാടില്ല. കുറച്ച് ആൾക്കാർക്ക് വിഷമമായിട്ടുണ്ട്, ഞങ്ങളിത് ചെയ്തില്ല, ചെറിയ വീടായതുകൊണ്ടോ വലിയ വീടായതുകൊണ്ടാണ് ഇപ്പോൾ ആ വീട് ചെയ്യുന്നത്. വലിയ വീട് തന്നെ ഇനിയായാലും വലിയ വീടുകാർ തന്നെ എന്താക്കിയാൽ മതി, നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. ചെറിയ വീടുകാർക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത ഇതൊന്നുമില്ല. മാന്യമായ റേറ്റ് നിങ്ങളെ നാട്ടിൽ പറയുന്നെങ്കിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ കടം 1 കോടി 2 കോടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 60 ലക്ഷം റുപ്യന്റെ വീടിന് നിങ്ങൾ 1 കോടി 1.5 കോടിയും പറഞ്ഞാൽ നാട്ടുകാർ എടുക്കൂല, എനിക്കത് വെച്ച് ചെയ്യാനും പറ്റൂല. അത് നിങ്ങൾ മനസ്സിലാക്കണോ. ചെറിയ വീടും ചെയ്യാം. അടുത്ത പദ്ധതി ഇൻഷാ അല്ലാഹ്
4 വീട് ചെയ്യണമെന്നാണുള്ളത്, 4 3 വീട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, അങ്ങനെ 4 വീട് ചെറിയ ചെറിയ വീട് വെച്ചിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് നടപ്പിലാക്കാം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഈ പുതിയ സ്കീമുകാരോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നടത്തി. പിന്നെ ഈ നമ്മളെ ഇങ്ങനത്തെ ഒരു പാവങ്ങളെ കഷ്ടപ്പെടുന്ന ആളെ പദ്ധതിക്കൊരു പിന്നെ ഒരു മുടക്കം വരുന്ന രീതിയിൽ നിങ്ങൾ നടത്താൻ പാടില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങളെ പദ്ധതികൾ നിങ്ങളേതായ രീതിയിൽ നല്ല സെറ്റപ്പിൽ വിശ്വസ്തയോടെ നിങ്ങൾ നടത്തുക. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ഒരു രീതിയെ വേറെയാണ്, ഞാനൊരു ബിസിനസ് ആക്കുന്നതല്ല ഇത്. എനിക്ക് ജീവിക്കാനും പറ്റണോ, എനിക്ക് ജീവിക്കാനുള്ള ഒരു വഴി മാർഗമാണോ, പിന്നെ ബാക്കിയുള്ള കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് വേണം. എൻ്റെ ഒരു പദ്ധതി സക്സസ് ആയാലും 3 ഫാമിലി എങ്ങനെ രക്ഷപ്പെടുന്നു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ഫാമിലി രക്ഷപ്പെടുന്നുണ്ട്. 3 അല്ല 4 ഫാമിലി. ഒന്ന് ആ വീട് കൊടുക്കുന്നവര്, ഒന്ന് ആ വീട് കിട്ടുന്നവര്, പിന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവര്, പിന്നെ തേർഡ് പ്രൈസ് കിട്ടുന്നവര്. ഈ 3-4 ഫാമിലി സെറ്റിലാണ്, ലൈഫ് സെറ്റിലാണ്. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് പോകുന്നത് 1000-1500 റുപ്യാണ്. കോഫിന്റെ പിന്നെ ബാക്കിൽ പോകുന്ന ആൾക്കാർ അങ്ങനെ എന്നെ പറ്റി കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. കോഫി പൗഡറിനെ ഡെവലപ്പ് ആക്കിയിട്ട് അത് ഇമ്പ്രൂവ്മെന്റ് ആക്കിയിട്ട് കോടീശ്വരന. ഇനി അങ്ങനെ ആയാൽ അത് എന്റെ വിധി എന്ന് പറയും, അണേ ബറഹ എന്ന് പറയും കന്നഡത്തില്, തലവര. അതെന്ന് വിചാരിച്ചാൽ മതി എല്ലാവരും. അതിൽ സക്സസ് ആയിപ്പോയാൽ എന്നെ കൊണ്ടായിരിക്കും ഉപദ്രവം ഉണ്ടാവില്ല. കഴിയുന്ന ഹെൽപ്പ് ഞാൻ ഈ പാവങ്ങൾക്ക് ചെയ്യും. ഞാൻ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പദ്ധതി 1-ാം തീയതി അനൗൺസ് ചെയ്യണമെന്നാന്നുള്ളത്. ടിക്കറ്റ് കൊടുക്കാൻ, അത് നമ്മളെ കിറ്റ് കൊടുക്കാൻ തുടങ്ങണമെന്നാന്നുള്ളത്. പക്ഷെ അത് കുറച്ച് പേപ്പേഴ്സിന്റെ കാര്യങ്ങളും, പിന്നെ ഞങ്ങളെ മില്ല്, കോഫി പൗഡറിന്റെ മില്ലെല്ലാം തുടങ്ങണം, പുതിയ മില്ല്. അതിനൊരു പാർട്ട്ണറിനെല്ലാം നമ്മളതിലില്ല. നമ്മളതിലൊരു വീട് എടുക്കാനുള്ള ക്യാഷേ ഉള്ളൂ. ഈ നെറുക്കെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇനി ചെറിയൊരു വീട് എടുക്കണ്ടേ. ഇപ്പം ഞാനൊരു വീട് ലീസിനാണ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ചെറിയൊരു വീടെല്ലാം എടുക്കാനുള്ള ക്യാഷ് എൻ്റെ അടുത്തുള്ളൂ. അപ്പൊ ഒരു കോഫിന്റെ പൗഡറിന്റെ മില്ല് തുടങ്ങാനുള്ള ഒരു 10-15 ലക്ഷം റുപ്യന്റെ മുകളിൽ വേണം ചെറിയ മില്ല്. വലിയ മില്ല് തുടങ്ങുന്ന ഒരു 75 ലക്ഷം 80 ലക്ഷം വേണം. അതിന് പാർട്ട്ണർമാരെല്ലാം ഉണ്ട്. അതൊരു ഷെയറെല്ലാം, ഒരു നല്ലൊരാളെ ഷെയറെല്ലാം കൂട്ടിയിട്ട് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ്, നല്ലൊരു കോഫി പൗഡർ, അത് ഞാൻ അതിന്റെ പിന്നെ ഇതിൽ ഒരു കൂപ്പൺ രീതിയിൽ ഞാൻ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവുക. പിന്നെ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്ന മാത്രമല്ല, സെയിലും ഉണ്ടാവും ഞങ്ങളതിൽ. ആർക്കും ഞങ്ങൾ അയക്കുന്ന കോഫി പൗഡർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം, നിങ്ങൾക്ക് ഞങ്ങൾ കോഫി പൗഡർ എത്തിക്കും. അങ്ങനെയുള്ള പദ്ധതിയും കൂടിയുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ കഴിഞ്ഞ പദ്ധതിയിൽ പിന്നെ ആർക്ക് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് നിങ്ങൾ വരാം. ഞാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം സമ്മാനം കിട്ടിയിട്ടുണ്ട് അവരുടെ അടുത്തെല്ലാം നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവരുടെ നാട്ടിൽ അന്വേഷിച്ച് നോക്കുക. ഞാൻ ചെയ്ത പദ്ധതിയിൽ എന്തെങ്കിലും ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് അതെന്തോ ഉടായ്പുണ്ട്, ഒരു ഉടായ്പും ഇല്ല. ഞാൻ എല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും ഞാൻ പരസ്യപ്പെടുത്താൻ റെഡിയുണ്ട്. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമന്റിൽ കൂടി വാട്സപ്പിൽ കൂടി അങ്ങനെയൊന്നും വരണ്ട. ഡയറക്റ്റ് നമ്മളെ നാട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, വന്നിട്ട് അന്വേഷിക്കുക, ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുക. എന്നിട്ട് എൻ്റെ വീട് കിട്ടിയ ആളെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോവുക, അവരെ നാട്ടിൽ അന്വേഷിക്കുക, അവരെ എല്ലാം ചെക്ക് ചെയ്യുക. എനിക്കുള്ള സംവിധാനം ഉണ്ടല്ലോ. പിന്നെന്തിനാ വെറുതെ കമന്റ് ഇട്ടിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്? ഒരു മനുഷ്യന്റെ അല്ല, ഒരുപാട് പാവങ്ങളെ ജീവിതം ഇല്ലാണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു വീട് എന്താക്കുന്നുണ്ട്, നമ്മളെ ഈ പദ്ധതിയിൽ ലാഭം കിട്ടിയാൽ ഓരോ പദ്ധതിക്കും ഓരോ വീട് 10 ലക്ഷം റുപ്യന്റെ വീട് നമ്മളെ പിന്നെ കസ്റ്റമേഴ്സിന്, അത് ഏത് ജാതി ഏത് മതമൊന്നുമില്ല, അതും ഒരു നെറുക്കൽ എടുപ്പിൽ കൂടി ഒരു വീട്, ഒരു പദ്ധതി കഴിഞ്ഞാൽ ഒരു വീട് കൊടുക്കണമെന്നുണ്ട്. ലാഭം കിട്ടിയാൽ, ഇല്ലെങ്കിൽ 2 പദ്ധതിയിൽ ഒരു വീട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം സപ്പോർട്ടാക്കിയ ഓരോ പദ്ധതിയിലും ഓരോ വീട് നമുക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ആരെങ്കിലും പാവങ്ങളെല്ലാം നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല. ഇപ്പൊ ഒന്നും ദയവ് ചെയ്തിട്ട് ആരും വിളിച്ചിട്ട് ഒന്നും തന്നിട്ടില്ലാട്ട് ബേജാറൊന്നും. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുള്ള ആള്. പക്ഷെ ഞാൻ ഇതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്റെ ബുദ്ധിമുട്ട് തീർന്നിട്ടില്ല. ഇനി മുന്നോട്ട് എന്തെങ്കിലും എനിക്ക് അതിൽ പ്രോഫിറ്റ്, ഇപ്പൊ യൂട്യൂബ് ചാനലിലെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയാലും ചിലപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് വരുമാനം ഉണ്ടാവും. അതൊന്നും ഞാൻ തിന്നൂല, എന്റെ മക്കളെയും തിന്നിക്കില്ല. അത് എത്ര ഇമ്പ്രൂവ്മെന്റ് ആയാലും ഞാൻ എന്നെ വിളിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, പാവങ്ങൾക്ക് അതിന്റെ ക്യാഷ്, ആ യൂട്യൂബിൽ ചാനലിൽ നിന്ന് വരുന്ന ക്യാഷ് ഞാൻ എൻ്റെ പിന്നെ പദ്ധതിയിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പാവങ്ങൾ വിളിക്കുന്നെങ്കിൽ ഞാൻ അവരെ സഹായിക്കും. അത് എനിക്ക് വേണ്ട. ഏതായാലും യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനമൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലും പിന്നെ ബാക്കിയുള്ള എന്നിലുള്ള പദ്ധതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തന്നെ, ഈ പ്രോപ്പർട്ടി ഓണർമാരോട് പറഞ്ഞിട്ട് തന്നെ അതിലെന്തെങ്കിലും ഒരു ഞങ്ങളെ ചെലവിന് ഞങ്ങൾ ഒരു 10-15 ആൾ വേണം. ഈ ഒരു ജോലിക്ക് ഒരു 15 ആളെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യം വരും. ഈ 15 പേരും ഞങ്ങൾ എന്താക്കും പറഞ്ഞെങ്കിൽ ഞങ്ങളെ ചെലവിന് ഞങ്ങളെ കുടുംബം ജീവിച്ചു പോകണ്ടേ, അതിനുള്ളത് ഞങ്ങൾ എടുക്കും. ഞങ്ങൾ നല്ല മാന്യമായിട്ട് ഇതിനേക്കാളും ഈ മുമ്പ് ചെയ്ത പദ്ധതിനേക്കാളും
പിന്നെ മാന്യമായിട്ട് ഞങ്ങൾ പദ്ധതി നടപ്പിലാക്കും. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു കമൻ്റ് ഉണ്ടായിന്, ഇത് മുമ്പ് ചെയ്ത പദ്ധതി പോലെ വിജയിച്ചോളണമെന്നില്ല, വിദേശത്തുള്ളവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്, കോഫി പൗഡർ ആയതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല. കോഫി പൗഡർ ഞങ്ങൾ ഒരു കോഫി പൗഡർ കൊടുക്കുമ്പോൾ ഒരു സമ്മാന കൂപ്പണായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഏതൊരു പ്രവാസിക്കും ഒരു നാട്ടിലൊരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും, നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും ഇത് കൂപ്പൺ എടുക്കാൻ പറ്റും, കിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങളെ നാട്ടിലെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ കൊറിയറിൽ അയച്ചു കൊടുക്കും. ആദ്യം ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായ കൂപ്പണ്, പക്ഷേ ഇനി അങ്ങനെയല്ല, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ കൂപ്പൺ എത്തും. അങ്ങനെയാണ് മുമ്പോട്ടുള്ള പദ്ധതി. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയമില്ല, വീഡിയോ ഒരുപാട് ലോങ് ആയി. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അടുത്ത ഡേറ്റും കാര്യങ്ങൾ, കിറ്റിൻ്റെ റേറ്റ് അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അറിയിക്കും. 25-ാം തീയതിൻ്റെ ഉള്ളിൽ ഇനിയും വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ്സാക്കുക, യൂട്യൂബ് ചാനലിനെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ നോക്കുക. ഓക്കെ. വാട്സപ്പ് കൊണ്ട് ഇതിനൊന്നും വലിയ കളിയൊന്നും നടക്കില്ല. വാട്സപ്പിൽ വെറും ടിക്കറ്റ് കൊടുക്കൽ മാത്രമായിരിക്കും. ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണം. ഓക്കെ, താങ്ക് യു.